മതി. എന്താ അവസാനം എനിക്ക് ഇവിടെ എണീക്കാൻ പറ്റാതാവും. അത് സാരല്ല, ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തിക്കോളാം. എന്നിട്ട് ഉണ്ണാറാകുമ്പോ എഴുന്നേറ്റ് വന്നാ മതി. എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ പിന്നെ ഊണും കഴിഞ്ഞ് എണീക്കല്ലോ. ഇങ്ങനെ 3 നേരം ഇറച്ചി മാത്രം കഴിക്കാൻ തുടങ്ങിയാലേ എന്റെ കാര്യം ഒരു പരുവത്തിലാവും. അപ്പൊ കഥയിലെ സണ്ണിക്കൂട്ടിന് അപ്പനെ പോലെയുണ്ടെന്ന് നീ തന്നെ പറയും. എനിക്ക് വേണ്ടെന്ന്. എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. എന്താണ് ഇത്ര കളിക്കാൻ? അടുക്കളയിലുണ്ട്. ഏലമോ എന്നാ കുന്തം, എനിക്ക് കൂപ്പലേലത്തിന് പോണം. ആ ജീപ്പ് ഒന്ന് കഴുകിയിട്ടിട്ടില്ല. പൈലി എവിടെ പോയി? നിന്റെ അപ്പന്റെ ശവടക്കിന് അവൻ തോട്ടത്തിൽ പോയിരിക്കല്ലോടി. പിന്നെ ഞാൻ കഴുകണോ ജീപ്പ്? വേണ്ട, 3 നേരം മൂക്കറ്റ കേട്ടിട്ട് ഇവിടെ തന്നെ കിടന്നു. നിന്റെയൊക്കെ വയറ് നിറയ്ക്കാൻ ഒരുത്തൻ ഇവിടെ ഓടി നടക്കുന്നുണ്ടല്ലോ. അയ്യേ, നീ എന്നതാ മോനെ കാണിക്കുന്നേ? ഞാൻ ആ വേലക്കാരി പെണ്ണിനോട് പറയായിരുന്നല്ലോ. ഹേയ്, സാരമില്ല. വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് നല്ലതല്ലേ? ആലീസേ, ഞാൻ കൂടെ കൂടാം. വേണ്ടായിരുന്നു. ഈ അപ്പച്ചൻ ഇപ്പൊ ഇത് കഴുകാതങ്ങ് പോയാലെന്താ? അരമനെ തിരുമേനെ കാണാൻ പോവാണല്ലോ. വരുന്നു അപ്പച്ച. ഓയിലും വെള്ളമൊക്കെ നോക്കിയോ? എടുത്ത് മാറ്റ. അറിയില്ല നീ. വെട്ട് വെട്ട് കളിക്കണോ? ആണോ? മിലിറ്ററി അച്ചായനായിരുന്നോ? ഇതെന്നാ പോലീസ് ജീപ്പില്? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. പുതിയ SI വരുന്നത് കേട്ടു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനായിരിക്കും. ആസ്മാൻ കെ നീച്ചെ പോലീസ് കാ നാം സുനത്തോ. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാ മോട്ട വിലകളൊക്കെ വേണല്ലോ. ഈ പോസ്റ്റ് ഓഫീസ്, ഇത് ചായക്കട. മനസ്സിലായില്ല. ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. ഓ, ഡാക്ടർ അല്ലേ? അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീരം കണ്ടത് വീട്ടിൽ നിന്ന് മാരി ചെയ്തിരിക്കുന്നു. ഓ, മിസ്റ്റർ ജോർജ് കുട്ടി. എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ്. ഒരു 2 കട അങ്ങോട്ട് കിടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓക്കെ. പിന്നെ അത് കണ്ട പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാസ്റ്റർ കൃഷ്ണൻ നായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കാൻ വിരോധമില്ലല്ലോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അന്തരായി വെൻ ഐ വാസ് ഇൻ ആർമി, ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരന്മാരായിരിക്കും അല്ലേ? ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ജയ് ജവാൻ, ജയ് കിസാൻ.
കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇവൻ. അച്ചായോ വേണ്ട വേണ്ട. ഒരു തമാശ പറഞ്ഞല്ലേ? ആ സോറി, ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ. ഹലോ ഹലോ. വളരെ സന്തോഷം. വെറും സുഗതനല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തെരേസന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതിപ്പോ ഈ അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ 16-ാം അടിയന്തരം. അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മഴേ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മഴേ, കുവൈറ്റിലേക്ക് എണ്ണ കേട്ടില്ല കേട്ടാ. മാസ്റ്റർ 11, 12, 13. എന്താടാ ഇത്? ആദ്യം ഞാൻ കരുതിയ വല്ല വേലക്കാരനുമായിരിക്കും. കാലത്ത് കുറച്ച് പണിയുണ്ടായിരുന്നേ. എന്താ രണ്ടുപേരും കൂടി ഒരു മുന്നറിയിപ്പില്ലാതെ? ഇവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ലൈസൻസ് ആയി. മാരേജ് ഫിക്സ് ചെയ്തു. കമ്മിങ് 21st. ആഹാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. വാ അപ്പച്ചാ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. നമസ്കാരം. എന്നാ പേര്? പ്രകാശ്. ഇതെന്റെ ഉഡ്ബി. അതിനാ? അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി. ഓഹോ, ഇവിടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതൊക്കെ പഴയ കാലമല്ലേ എങ്കിൽ. പഴയതായ തന്ത അല്ലാതാകുവോ? അലിസ, പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന വെച്ചിയാ. കേറി ഇരുന്നാട്ടെ. ഇല്ല, ഇനി ഒരിക്കലാവാം. മാരേജിന് വരുമ്പോ ആലീസിനെ കൂടെ കൊണ്ടുവരണം. എന്നാ വരട്ടെ. ആ എടാ, വന്ന കാര്യം മറന്നു. നമ്മുടെ റിസൾട്ട് വന്നു. നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ. ആ, നമ്മുടെ മേനോ സാറാ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞത്. താങ്ക് യു പ്രകാശ്, താങ്ക് യു. ശരി വരട്ടെ. ഈശോയെ, ഒരു കാപ്പി പോലും കുടിക്കാതെ അങ്ങ് പോവാ. കഴിവേറി. എടാ, എവിടെ നോക്കിയാടാ വയലി ചെയ്യുന്നത്? ചോവന ചെയ്യടാ. നിന്റെ അമ്മായിപ്പനാള് ശരിയല്ലല്ലോ. ഓക്കേ ആലീസ്. ആ അങ്കിളെ പോട്ടെ. ഓ ആട്ടെ, എവിടെ പോകാ? അപ്പോഴേ അവര് പൊയ്ക്കോളും. കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയി കിടന്ന് കാശ് മേടിക്കണ്ടതാ. പോട്ടെന്നേ, അപ്പച്ചന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. എന്നോട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനത് അനുഭവിക്കേണ്ടവനാ. പക്ഷെ അത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്നൊരു ഫ്രണ്ടിനോട്, അതും അവന്റെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും അവരെ കാണുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം, അപ്പച്ചന് വേണ്ടി. വരുന്നേ, വന്ന് ആഹാരം കഴിക്കേ. വാ, വരുന്നേ.